ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും കൂടിയിട്ട് മൂപ്പൻ്റെ കുടിലിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ കാട് എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹം തന്നെയാണില്ലേ, നിങ്ങൾക്ക് ഈ കാട്ടിൽ ഒരുപാട് ഇഷ്ടമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുമ്പോൾ പിന്നെ അല്ലാതെ എന്നിങ്ങനെ മൂപ്പൻ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടേക്ക് കാടൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മൂപ്പൻ പറയാണ്, നിങ്ങളിവിടെ ഇരിക്കി, എന്തായാലും എന്തെങ്കിലും ഇവർക്ക് കുടിക്കാൻ എടുക്ക് എന്ന് പറയുമ്പോൾ മൂപ്പത്തി അവിടെ നിന്നും കുടിക്കാൻ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മൂപ്പത്തി ആ ചുക്ക് കാപ്പിയും കൊണ്ടുവരികയാണ്. അത് കുടിച്ചു നോക്കിയിട്ട് കല്യാണിയും കിരണും പറയുന്നുണ്ട്, സൂപ്പറാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ അതെ എന്ന് പറയുകയാണ്. അങ്ങനെ അവരത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കിരൺ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കാട്ടിലോട്ട് വന്നത് കാട് കാണാൻ വേണ്ടി മാത്രമല്ല, മറ്റൊരു കാര്യത്തിനും കൂടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഒരു ക്രിമിനൽ ഈ കാട്ടിൽ വന്ന് പെട്ടിട്ടുണ്ട്. അവനെ കൂടി തെരഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ മൂപ്പൻ്റെ മുഖഭാവം ആകെ പോകുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇല്ല, ഇവിടെ ആരും വന്ന് പെട്ടിട്ടില്ലല്ലോ, അങ്ങനെ ദുഷ്ടന്മാർക്കൊന്നും ഈ നാട്ടിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ അവർ പെട്ടെന്നൊന്നും അവർക്ക് നല്ലതൊന്നും വരില്ല, അവരെ ഞങ്ങളുടെ മലദേവത അവരെ വെറുതെ വിടില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേട്ട് കല്യാണിയും കിരണും അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, എന്തിയെ മൂപ്പൻ്റെ മകൾ എന്തിയെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് അമലു എത്തുകയാണ്. അപ്പോൾ അമലു ഇങ്ങനെ നോക്കുന്നുണ്ട് അവരെ. അപ്പോൾ പറയാണ്, സുന്ദരിയാണല്ലോ എന്നിങ്ങനെ നമ്മുടെ കല്യാണി അമലുവിനെ നോക്കി നല്ല ചന്തമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അമലു അത് ഇങ്ങനെ ഒരു വലിയ മുഖമൊന്നും കൊടുക്കാതെ ഒരു പരിഹാസ രൂപത്തിലൊന്ന് ചിരിക്കുകയാണ്. അതിനുശേഷം എനിക്ക് ആകെ ഒരേ ഒരു മകളാണുള്ളത്, അത് ഇവളാണ്. പിന്നെ എനിക്ക് ആൺമക്കൾ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവനാണ് ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇനി അടുത്ത തലമുറ, അടുത്ത മൂപ്പനെന്ന് പറയുന്നത് അത് ഇവനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മൂപ്പൻ വേലുവിനെ കാണിച്ച് കല്യാണിക്കും കിരണിനും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അതെന്തായാലും നന്നായി, എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും നിങ്ങൾ വന്നതല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് മൂപ്പത്തി പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അയ്യോ ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങളിവിടെ ഇരിക്കുകയെന്നും പറഞ്ഞ് നമ്മുടെ മൂപ്പൻ്റെ ഭാര്യ അകത്തേക്ക് പോകുകയാണ്. അങ്ങനെ ആ സമയം അമലുവിനോട് പറയുന്നുണ്ട്, മോളെ അമ്മ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്, മോള് ചെന്ന് സഹായിച്ചു എന്ന് പറയുമ്പോൾ ശരി എന്നും പറഞ്ഞ് അമലു അങ്ങോട്ട് അകത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ അവരവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് വിനായകനാണെങ്കിൽ ആകെ പേടിച്ച് വരണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിനായകൻ്റെ അരികിലേക്കായിട്ട് അമലു ചെല്ലുകയാണ്. അപ്പോൾ അമലു പറയുന്നുണ്ട്, വിനായകേട്ടൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് പാവങ്ങളെ പോലെയാണ് തോന്നുന്നത്, ഭയങ്കര അഭിനയമാണ് എന്തായാലും അവരുടെ. വിനായകേട്ടൻ ഇവിടെ ഇരുന്നോ, ഇങ്ങോട്ട് വരുമോ എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് എന്തിനാ വരുന്നത്, അവർ നമ്മുടെ വീട് കാണാൻ വന്നതൊന്നല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വിനായകേട്ടൻ ഇവിടെ ഇരുന്നാൽ മതി, വിനായകേട്ടനെ ആരും കാണിച്ചു കൊടുക്കില്ല, ഇവന് ഈ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്, തേന് അത് ഇതെന്ന് പറഞ്ഞിട്ട്. വിനായകേട്ടനെ കാണണമെങ്കിൽ കണ്ടോട്ടെ എന്നാണ് അവൻ്റെ മനസ്സിലിരിപ്പ്. എന്തായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാനുള്ളിടത്തോളം വിനായകേട്ടനെ ആർക്കും കാണിച്ച് ഞാൻ കൊടുക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവരിവിടേക്ക് വന്നത് തേൻ വാങ്ങാൻ കൂടിയിട്ടാണ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞങ്ങനെ അമലു പോകുകയാണ്. അതിനുശേഷം ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. കൊള്ളിക്കിഴങ്ങും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ മൂപ്പത്തി അങ്ങനെ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. കൊള്ളിക്കിഴങ്ങ് കഴിച്ചതിന് ശേഷം മൂപ്പൻ പറയുന്നുണ്ട്, നാട്ടിലത്തെ അത്ര രുചിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ എന്ന് പറയുമ്പോൾ കിരൺ പറയാണ്, ആരാ പറഞ്ഞത്, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കല്യാണിയും പറയാണ്, അതെ, അവിടത്തേക്കാളും വേറെ ഏതോ ഒരു ടേസ്റ്റാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളിവിടെ മായൊന്നും ചേർക്കൂല കേട്ടോ ഭക്ഷണത്തിലൊന്നും എന്ന് പറയുമ്പോൾ അതെ, അത് തന്നെയാണ് ഇവിടത്തേത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ കിരൺ പറയാണ്, ഞാൻ ഇത്രയധികം ഒന്നും കഴിക്കാറില്ല. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതെ അതെ, അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരെ അങ്ങനെ കഴിപ്പിക്കുകയാണ്. അപ്പോൾ വേലുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്.
വേലു പറയാണ് എന്തായാലും ഇനിയും ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ കല്യാണി ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ മലദേവതകളുടെ ഇതൊന്നും ഉണ്ടാവാറില്ലേ, പൂരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ ഉണ്ടല്ലോ എന്ന് പറയാണ്. എന്തായാലും ഞങ്ങൾ ആ സമയത്ത് എത്തിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പട്ടണത്തിൽ നിന്ന് വരുന്നവർക്ക് താമസിക്കാൻ ഇവിടെ വലിയൊരു കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിൽ നിങ്ങൾക്ക് താമസിക്കാം എന്ന് പറയുമ്പോൾ എന്തായാലും ഞങ്ങൾ അപ്പോഴേക്ക് എത്തിക്കോളാം. അപ്പോൾ വേലു പറയുകയാണ്, അതെ ക്രിസ്മസിന് ഇവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ നല്ലൊരു പരിപാടിയൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ അത് ഇവന്റെ കഥാപ്രസംഗം ഉണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മൂപ്പൻ പറയാണ്. ആഹാ, നീ കഥാപ്രസംഗമൊക്കെ പറയുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കിരൺ. അപ്പോൾ നമ്മുടെ അമലുവിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അവൻ്റെ ഒരു കഥാപ്രസംഗം ആൾക്കാർ ഇഷ്ടപ്പെടാതെ എന്തൊക്കെയോ കൈയടിച്ച് ഇതാക്കുകയാണ്, അത് അവനതൊരു പ്രോത്സാഹനമായി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അമലുവിന് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല, വേലുവിനെ പുകഴ്ത്തി സംസാരിക്കുന്നതൊന്നും. അങ്ങനെ നമ്മുടെ അമലും അവിടെ നിന്നും പോവുകയാണ്. നേരെ വീണ്ടും വിനായകൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പാണെങ്കിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ നമ്മുടെ വിനായകൻ ആ വിഷക്കുപ്പി എടുക്കുന്നുണ്ട്. അങ്ങനെ വിഷക്കുപ്പി എടുത്തിട്ട് അവർ നിറച്ച് വെച്ചിട്ടുള്ള ആ തേനിൽ വിഷം അങ്ങ് ചേർക്കുകയാണ്. എല്ലാ തേനിലും വിഷം ചേർക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ അമലു എത്തുന്നത്. അങ്ങനെ അമലു വിനായകനെയും കൂട്ടി, വിനായകട്ട ഇനി ഇവിടെ നിൽക്കണ്ട, വാ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കാം എന്നും പറഞ്ഞിട്ട് അവൻ്റെ തോളിലും കൈയിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇനി അവർ എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല, അവർ പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഇനിയും ഇവിടുത്തെ ഒരേ ഫംഗ്ഷന് അവരിങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാ വിനായകേട്ട, നമുക്ക് എന്തായാലും ഈ കാട്ടിൽ നിന്ന് വേഗം പോകാം. എന്തായാലും വിനായകേട്ടൻ പറഞ്ഞത് തമിഴ്നാട്ടിലേക്ക് പോകേണ്ട കാര്യമല്ലേ, കാട് കടന്നു കഴിഞ്ഞാൽ നേരെ തമിഴ്നാട്ടിലേക്ക് എത്താം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് വിനായകേട്ടനെ ആരും ഒന്നും ചെയ്യില്ല, എനിക്ക് അമ്പം വില്ലൊക്കെ ചെയ്യാനറിയാം എന്നറിയാലോ, അതുകൊണ്ട് തന്നെ ഞാൻ വിനായകേട്ടനെ രക്ഷിക്കും, ഒരാൾക്കും വിനായകേട്ടനെ തൊടാൻ ഞാൻ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാട്ടിലൂടെ അവനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അവരുടെ സംസാരം കേട്ടിട്ട് പാവത്തുങ്ങളെ പോലെയാണ്. അയാളുടെ ഭാര്യയാണെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവള് കൊലപാതകിയാണ് എന്ന് വിനായകൻ പറയുന്നുണ്ട്. ആണോ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പറയില്ല കേട്ടോ, പാവത്തുങ്ങളെ പോലെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വിഷം കൊടുത്ത് കൊല്ലേണ്ടത് ഈ ചെന്നായ്ക്കളെ ഒന്നല്ല, ഇവിറ്റങ്ങളെയാണ് എന്ന് നമ്മുടെ അമൽ ഇങ്ങനെ പറയുന്ന സമയത്ത് വിനായക മനസ്സിൽ കരുതുന്നുണ്ട്, അതിന് ഇനിയിപ്പോൾ വിഷം കൊടുത്ത് കൊല്ലാനൊന്നുമില്ല, ആ 4 കുപ്പിയിലും ഞാൻ വിഷം കലർത്തിയിട്ടുണ്ട്. ഇനി അവർ 4 കുടുംബത്തിലേക്കായിട്ട് ആ കുപ്പി കൊടുക്കും, അപ്പോൾ എല്ലാവരും ചൊത്തൊടുങ്ങും. അങ്ങനെ ആവട്ടെ, ആരൊക്കെ ഇനി മരിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ നമ്മുടെ വിനായകൻ കരുതുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വീണ്ടും ഈ പറയുന്ന കിരണും കല്യാണിയൊക്കെ യാത്ര പറയുകയാണ്. ഞങ്ങളെന്നാൽ ഇറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. പോകാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കിരൺ എന്ത് ചെയ്ത് കുറച്ച് പൈസ എടുത്തിട്ട് മൂപ്പന് കൊടുക്കുന്നുണ്ട്. വേണ്ട സാറേ, തേനിൻ്റെ പൈസയൊക്കെ തന്നതല്ലേ, പിന്നെ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ പൈസയാണോ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും കരുതണ്ട, എന്തായാലും ഇത് വാങ്ങിക്കുകയെന്നും പറഞ്ഞ് നിർബന്ധിച്ച് മൂപ്പത്തിയുടെ കയ്യിലും കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തേനും വാങ്ങി വേലു അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. അവിടെ നിന്നും കൂടെ ഇവരും പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന മൂപ്പൻ്റെ ഭാര്യ പറയാണ്, എന്തായാലും അവരെ കണ്ടിട്ട് കുഴപ്പക്കാരൊന്നും അല്ലെന്ന് തോന്നുന്നുണ്ടല്ലേ, അവര് അപ്പോൾ എന്താ പൈസ കിട്ടിയതുകൊണ്ടാണോ? അതുകൊണ്ടൊന്നല്ല, എന്തായാലും ആ കൊച്ചിനെ അന്വേഷിച്ച് വന്നതാണ്, അപ്പോൾ അതെ അവനെ അന്വേഷിച്ച് വന്നത് തന്നെയാണ് എന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവരൊരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കരുത്, ചെക്കൻ പൊക്കോട്ടെ ഇവിടെ നിന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരാണെങ്കിൽ വിനായകനും അതുപോലെ തന്നെ നമ്മുടെ അമലവും കൂടിയിട്ട് മരത്തിൻ്റെ മറവിലോ കാടിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇവരാണെങ്കിൽ ആ വിഷം കലർന്ന തേൻകുപ്പി വേലുവിൻ്റെ കയ്യിലുണ്ട്. കിരണും കല്യാണിയും പുറകിലൂടെ പോകുന്നതും കാണിക്കുന്നുണ്ട്.